എനിക്ക് വേടന്റെ പോലെ തോന്നുന്നു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു ഇതായിട്ടല്ല. ആ ഒരു തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കും. കാരണം ഏറ്റവും കൂടുതൽ പിള്ളേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ കളർ ഡിസ്ക്രിമിനേഷൻ. അപ്പം പെട്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടാ പറഞ്ഞത്. ചിരിയും ഒക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഭയങ്കര രസം കേട്ടോ, ഇങ്ങനെയോട് ഭയങ്കര രസം. അങ്ങനെ എനിക്ക് തോന്നുന്നു. ആണോ, എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അപ്പം മോനെ വേറെ ലെവൽ. എന്റെ പൊന്നു മോനെ, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അരിച്ചു പറക്കണം. ഇവനോർത്ത പഴയ രീതിയാന്ന് ഓർത്താ. അതൊക്കെ പോയി, അതിലൊക്കെ മാറിപ്പോയി. മറ്റേ ഫോണൊക്കെ മാറി ഇവരെല്ലാം പഠിപ്പിച്ചു തന്നു. മരുമോള് പോയപ്പോ എല്ലാം പറഞ്ഞു തന്നിട്ടാ പോയാ. അമ്മ ഇങ്ങനെ ചെയ്താ മതി, ഇങ്ങനെ ഇവരൊന്നും. ഞങ്ങൾക്ക് ചേർന്ന ഒരു പെണ്ണ, ഞങ്ങളുടെ ഒപ്പം നിക്കണതും എല്ലാം കമ്പനി കൂടണം. അവക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം. അവള് ഒരെണ്ണം അവളെടുത്ത പ്രീതിക്കും എനിക്കും ഒപ്പം തന്നെ എടുത്തു വരും ഒരേ ഡ്രസ്. ഭയങ്കര ഇഷ്ടം ആരെന്ന് വെച്ചാൽ പപ്പനെ ഇരിക്കും. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുന്നത് പറയും. ഞാൻ പറയില്ല, എനിക്ക് ആരും വഴക്കൊന്നും ഇഷ്ടമല്ല. വഴക്കൊന്നും പിള്ളേരൊന്നും തന്നെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കേട്ടത് പപ്പയും മോളും നമ്മൾ ഏത് നേരവും തർക്ക വ്യത്യാസങ്ങളും അതൊക്കെ ഉണ്ടാവും. പപ്പ പറഞ്ഞ പോലെ ഞങ്ങള് പറഞ്ഞ പോലെ നടക്കൂലേ, അതുകൊണ്ടാണ് എപ്പോഴും. അല്ല, എന്തെങ്കിലുമൊക്കെ ആശയപരമായിട്ട് ഞാനും പപ്പയും ഇവര് പാർട്ടി പറഞ്ഞ് തർക്കിക്കും. ഞാനും CPM ആണ്, പപ്പയും CPM ആണ്, എന്നാലും ഞങ്ങള് തർക്കിക്കും. അതെന്താ എന്റെ മോൻ അങ്ങനെയൊന്നുമില്ല. അവൻ എവിടെയെങ്കിലും മിണ്ടാതിരുന്ന് ചിരിച്ചിട്ട് കേൾക്കുള്ളൂ. തർക്കം ഒന്നും ഇഷ്ടപ്പെടില്ല ചിലപ്പോ. അപ്പൊ ഞാൻ ഒന്നല്ലേ എന്തിനും പറഞ്ഞു പോകും. അമ്മ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ചെറിയൊരു തലക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പൊതുവെ അവൻ പറയാറില്ല. അമ്മയുടെ സീരിയൽ വയ്ക്കുമ്പോ അവൻ എഴുന്നേറ്റ് പോകും, സെറ്റിലിരിക്കണേണെങ്കിൽ. അല്ല, അതിന്റെ ഒരു പ്രിയോറിറ്റി എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിനൊരു ഇച്ചിരി ഫെയിം ഉണ്ടല്ലോ നമ്മുടെ ജോലിക്ക്. അതൊരു ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാ പറഞ്ഞാച്ച്.